വയനാട് ടൗൺഷിപ്പിൽ പരിശോധന നടത്തിയ മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ. മന്ത്രിയുടെ രൂപത്തിൽ പണിക്കാരനെ കിട്ടിയെന്നാണ് ചാണ്ടി ഉമ്മന്റെ അധിക്ഷേപ പരാമർശം. ഇന്നലെ കണ്ടത് ഊരാളുങ്കലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. മന്ത്രിയല്ലേ പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ അതിന് യാതൊരു വിള്ളലുമില്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിൻ്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാണ്. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. അടുത്ത മുഖ്യമന്ത്രി, അടുത്ത UDF സർക്കാർ അതെല്ലാം അന്വേഷിക്കുന്നതായിരിക്കും. സത്യം പുറത്തു വരും. എങ്ങനെയാണ് ഇത്രയും വീക്കായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഉണ്ടാക്കുന്നവരാലോചിച്ചാൽ മതി. കെ രാജന്റെ വിള്ളൽ പരിശോധന നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ടൗൺഷിപ്പ് ഉദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപട്യമെന്നും VD സതീശൻ വിമർശിച്ചു. പ്രതികരണത്തിലേക്ക്. വയനാട് എന്തൊരു കാപട്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എൻ്റെ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ. എന്ത് നാടകമാണ്. മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലെവിൻ, ഈ വിള്ളലുമായി ബന്ധപ്പെട്ട വിവാദം അതിങ്ങനെ ചൂടുപിടിക്കുകയാണ്. പ്രതിപക്ഷം ഒന്നടങ്കം മന്ത്രി കെ രാജനെതിരെ രംഗത്ത് വരുന്നത് എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവും ചാണ്ടി ഉമ്മനും അടക്കം പറയുന്നത്? അരുണ്യ, കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ വയനാട് ടൗൺഷിപ്പിൽ ഈ ആരോപണം ഉയർന്ന വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് ചൂണ്ടിക്കാണിച്ച് നടത്തിയ അത്തരത്തിലൊരു ഇടപെടലിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രധാന നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രിയെ പരിഹസിക്കുന്നതിനൊപ്പം തന്നെ കടുത്ത വിമർശനവും ഇത്തരത്തിൽ പ്രതികരണവുമായി എത്തിയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മന്ത്രി കെ രാജൻ നടത്തിയത് നാടകമാണെന്നുള്ള ആരോപണമാണ് ഉയർത്തിയിട്ടുള്ളത്. മന്ത്രി രാജന്റെ പരിശോധന നാടകമാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വിള്ളൽ പരിശോധിക്കേണ്ടത് മന്ത്രിയല്ല എഞ്ചിനീയർമാരാണെന്നും നടന്നത് ഗുരുതരമായ ക്രമക്കേടാണെന്നും ഉദ്ഘാടനം തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയത് കാപട്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടതിനു ശേഷം പിറ്റേ ദിവസം വീട് പണിയുന്നില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിനെതിരായ ആരോപണമായി ഉയർന്നത്. സർക്കാർ പണിത വീടുകളിൽ കയറി താമസിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ആയിട്ടില്ല എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെയാണ് ഇന്ന് തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയ ഉമ്മൻചാണ്ടിയുടെ മകനും അതോടൊപ്പം തന്നെ MLA-യുമായിട്ടുള്ള ചാണ്ടി ഉമ്മനും ഇതേ നിലയിൽ വിമർശനം തന്നെ ഉയരുന്നത്. അത് മന്ത്രിയെ വ്യക്തിപരമായി കൂടി അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കൂടിയാണ് അത്തരത്തിൽ ചാണ്ടിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ ഈ വിള്ളലില്ലാത്ത വീട് പണിയാൻ പറ്റിയ ആളെ തൃശ്ശൂരിൽ നിന്ന് തന്നെ കിട്ടിയതിലാണ് സന്തോഷമുള്ളതെന്നും തൃശ്ശൂർകാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്നുമാണ് പറയുന്നത്. പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെയാണ് കിട്ടിയത്. വീട്ടുകാരനെതിരായ സൈബർ ആക്രമണം നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഊരാളുങ്കലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിലൂടെ വ്യക്തമായതെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ പ്രതിപക്ഷം അത് നിരന്തരമായി ഏറ്റെടുത്ത് മന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള വിമർശനങ്ങളാക്കി മാറ്റുന്നു, പരിഹാസങ്ങളാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വയനാടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ തന്ത്രപൂർവ്വം ഇവർ ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് LDF-നെയും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനെയും സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിക്കാനുള്ളൊരു കാരണമാക്കി ഇത്തരത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ മാറ്റുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്തെ യുവ MLA-മാർ വരെയുള്ള ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അരുണ്യ.